നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമനിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ യമനുമായി നയതന്ത്ര ബന്ധമില്ലെന്നതടക്കം 4 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. ഇതോടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അടക്കം 6 പ്രതിനിധികളെ അയക്കാനാകില്ല. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നൽകിയ അപേക്ഷ വിദേശകാര്യ വകുപ്പാണ് തള്ളിയത്. വിവരങ്ങളുമായി ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, യമനുമായി നമുക്ക് നയതന്ത്ര ബന്ധമില്ല, അവിടെ ഒരു രാജ്യം എന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അല്ലല്ലോ ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഇക്കാര്യത്തിൽ വേണ്ടതും കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുകയും ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് തള്ളുന്നത്? അങ്ങനെയാണ് വസ്തുതകൾ എന്നിരിക്കെ. മാത്രമല്ല, അങ്ങനെ തള്ളുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നില്ലല്ലോ, ഇന്ത്യക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ലല്ലോ. ബിനിൽ പോത്തൻ ഇന്നലെയാണ് ഓഗസ്റ്റ് 1-ാം തീയതി ഇന്നലെയാണ് ഇത് സംബന്ധിച്ച കത്ത് ഔദ്യോഗികമായ തീരുമാനം പുറത്തു വന്നത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്വാതി ആര്യ, ഡയറക്ടർ ഓഫ് ഗൾഫ് ചുമതലയുള്ള സ്വാതി ആര്യയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. 4 കാരണങ്ങൾ അവർ വ്യക്തമായിട്ടുണ്ട് എന്തുകൊണ്ട് യമനിലേക്ക് യാത്രക്കുള്ള അനുമതി നിഷേധിക്കുന്നു. ഒന്ന്, യമനിലെ നിയമം അനുസരിച്ച് പോലും നേരിട്ട് ഉള്ള ഒരു ബാഹ്യ ഇടപെടൽ അനുവദിക്കുന്നില്ല. നിമിഷപ്രിയയുടെ കുടുംബത്തിനും അതേപോലെ കൊല്ലപ്പെട്ട കുടുംബത്തിനും അവരുമായിട്ടുള്ള ചർച്ചയാണ് ഇനിയുള്ളത്. അതിൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇടപെടാനുള്ള ഒരു സൗകര്യം ഇടപെടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ അംഗങ്ങളുടെ സുരക്ഷ ഇന്ത്യ സർക്കാരിന് ഉറപ്പുവരുത്താൻ കഴിയില്ല. യമനിലെ സംബന്ധിച്ചിടത്തോളം യമനിൽ മാത്രമല്ല, യമനിൽ നിമിഷപ്രകാരം നിൽക്കുന്ന ജയിൽ ഇന്ത്യയുമായിട്ട് നയതന്ത്രമില്ലാത്ത ഹൂതികളുമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. ഹൂതികളെ ഇന്ത്യൻ സർക്കാർ ഇതുവരെ അംഗീകരിച്ചില്ല. തീവ്രവാദ പട്ടികയിലാണ് ഹൂതികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് അവരുമായി ഒരു ചർച്ച നടത്താൻ ഒരു കാരണവശാലും കഴിയില്ല. ആ സാഹചര്യത്തിൽ അവരുടെ സുരക്ഷ വളരെ വലിയ പ്രശ്നമാണ്. ഏതായാലും നയതന്ത്ര ബന്ധമില്ലാത്ത ഇത് നേരത്തെയുള്ള നിലപാട് തന്നെയാണ്. നേരത്തെ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വിദേശത്ത് പോകാനുള്ള അനുമതിയും വിദേശകാര്യ മന്ത്രാലയം യമനിലേക്ക് പോകാൻ നിഷേധിച്ചു. ഒടുവിൽ ഡൽഹി ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അവർക്ക് യമനിലേക്ക് പോകാനുള്ള അനുമതി നൽകിയത്. ഈ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നതാണ് ഈ കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് ഇന്ത്യൻ നയതന്ത്രമന്ത്രി ഇന്ത്യൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഇനി രാജ്യം വിടാൻ കഴിയില്ല. ഈ ഉത്തരവിന് അത്തരമൊരു തിരിച്ചടി കൂടി നൽകുന്നുണ്ട്. കാരണം ഈ പേരിൽ അപേക്ഷ നൽകിയവർക്ക് സംബന്ധിച്ചിടത്തോളം അവരെ പാസ്പോർട്ട് യമനിലേക്ക് പോകുന്നതിന് വേണ്ടി അനുവദിക്കാൻ കഴിയില്ല എന്ന് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കൂടി ഇത് സംബന്ധിച്ച നിർദ്ദേശം പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ പ്രശ്നത്തിൽ പുറമേ നിന്നുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് ബിനിൽ പോത്തൻ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഈ ഉത്തരവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കാന്തപുരത്തിന്റെ അടക്കം പ്രതിനിധികൾക്ക് ഇപ്പോൾ യമനിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ.